സ്വാഗതം. ഒരു അടിപൊളി എപ്പിസോഡുമായി ഇന്ന് നമ്മൾ വന്നിരിക്കുകയാണ്. ഇന്നത്തെ വേറൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റൈസ് വാട്ടർ ഹൽവയാണ്. അതായത് വീട്ടിൽ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം കളയാതിരിക്കുക. കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ്. കാരണം കഞ്ഞിവെള്ളത്തിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ ചോറിൻ്റെ അന്നജം എന്ന് പറഞ്ഞ പ്രോട്ടീൻസ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് ശരീരത്തിൻ്റെ ക്ഷീണം, നമുക്ക് ശരീരത്തിൽ ത്വക്ക് രോഗങ്ങൾ, അങ്ങനെ അലർജി, അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ച, ഇങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ റൈസ് വാട്ടർ എന്ന് പറഞ്ഞ സാധനം, അതായത് നമ്മുടെ കഞ്ഞിവെള്ളം എന്ന് പറയും. അപ്പോൾ കഞ്ഞിവെള്ളം കളയാതിരിക്കുക. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം കൊണ്ട് നമുക്ക് അടിപൊളി ഹൽവ ഉണ്ടാക്കിയാലോ. സിമ്പിളാണ്. അപ്പോൾ അതിന് വേറെ ഒന്നുമല്ല, കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അതായത് കുറച്ച് ഏലക്ക, കുറച്ച് കാഷ്യൂനട്ട്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണണ്ടേ? അത് കാണാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നേരെ കിച്ചണിലോട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ്. നമ്മൾ അരിച്ച് വൃത്തിയാക്കി അതിൻ്റെ തെളിനീര് ഊറ്റി കളഞ്ഞതിന് ശേഷമുള്ള കഞ്ഞിവെള്ളമാണ്. അതുപോലെ തന്നെ അത് പുളിക്കാൻ പാടില്ല, അത് ശ്രദ്ധിക്കുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ബൗളിനകത്ത് പഞ്ചസാരയുണ്ട്, ആവശ്യത്തിന് മാത്രം മതി. അതുപോലെ തന്നെ കിസ്മിസ് ഉണ്ട്. അത് റെഡ് ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഷ്യൂനട്ട്, 5 കാഷ്യൂനട്ട് ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് എള്ളാണ്. അതുപോലെ തന്നെ നമുക്ക് റെഡ് ബെറിയുടെ നമ്മുടെ ഫ്ലേവർ, നമുക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കളറ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കോക്കനട്ട് ഓയിൽ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഏലയ്ക്ക, ഒരു 3-4 കഷ്ണം ഏലയ്ക്ക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം ആണെങ്കിൽ ചേർക്കേണ്ട കാര്യം. അടുത്ത പരിപാടി തുടങ്ങി. നമ്മളൊരു പാൻ എടുത്തതിന് ശേഷം നമ്മുടെ കഞ്ഞിവെള്ളം ഊറ്റി കൊടുത്തു. ഈ കഞ്ഞിവെള്ളം നല്ലതായിട്ട് നല്ല ഫ്ലെയിം കൂട്ടി കൊടുത്തതിന് ശേഷം എത്രത്തോളം ഉണ്ടോ കഞ്ഞിവെള്ളം ഉണ്ടോ അതിനനുസരിച്ച് നമുക്കത് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കഞ്ഞിവെള്ളം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് പത ഇങ്ങനെ പൊങ്ങും. അപ്പോൾ ആ പത നമ്മളിങ്ങനെ ചെറുതായിട്ട് കോരി മാറ്റണം. അപ്പോൾ ഇത് കട്ടിയില്ലാത്ത കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കോൺഫ്ലവർ നമ്മൾ വെള്ളത്തിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഡയറക്റ്റായിട്ട് കോൺഫ്ലവറിൻ്റെ പൊടി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കരുത്, അപ്പം കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോൺഫ്ലവർ വേറൊരു പാത്രത്തിനകത്ത് വെള്ളത്തിനകത്ത് കുറച്ച് ഒന്ന് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കട്ടി അല്ലെങ്കിൽ കുറച്ച് കൂടി കിട്ടും കേട്ടോ. അങ്ങനെ സെയിം കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു എഫക്റ്റിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി നല്ല രീതിയിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ ഒരു ടൈമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കുറുകി കിട്ടാനും അതുപോലെ തന്നെ കട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലതായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ടൈം നമുക്ക് കൂടുതൽ എടുക്കുന്നത്. അടുത്തതായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. കളറൊക്കെ ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് മാത്രം ആഡ് ചെയ്താൽ മതി. ഒരുപാട് കളറ് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കണ്ടോ, കുറച്ച് കളർ തന്നെ നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് ഇപ്പം തന്നെ ആ ഒരു ലെവലിലോട്ടായി. അല്ലാണ്ട് കുറുകിയൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ വരുന്ന ഈ പത ഇങ്ങനെ എടുത്ത് കളയണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെജിറ്റബിൾ കളേഴ്സാണ് വേണമെന്നുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ കളർ ആഡ് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കളർ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇഷ്ടമുള്ള ചോയ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കുറുകി റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ, ഒരുപാടില്ല, കുറച്ചൊന്ന് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തീ ഇനിയൊന്ന് കൂട്ടിയേക്കാം. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ നമ്മളങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓയിലും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയിരിക്കുന്ന കിസ്മിസ് ചേർത്ത് കൊടുക്കുന്നു. കാഷ്യൂനട്ട്, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഏലക്ക പൊടിച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു മണവും കാര്യങ്ങളൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എള്ള്, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന എള്ള് നമ്മൾ ഇട്ട് കൊടുത്തു. അതിന് എള്ള് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിനി ഇളക്കി കൊടുക്കണം. കളറ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ
കുറച്ച് കളറും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. നമ്മുടെ റൈസ് ഹൽവ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൻ്റെ ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം നമ്മൾ നേരത്തെ വേറൊരു പാത്രമായിരുന്നു, ആ പാത്രത്തിൽ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോട്ട് മാറ്റി. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം തീരെ കുറച്ചിടണം. അപ്പം ഏതാണ്ട് സെറ്റായി വന്നിരിക്കുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ഇനി നമുക്ക് കേക്കിൻ്റെ മോൾഡുണ്ട്, ആ മോൾഡിലോട്ട് മാറ്റിയതിന് ശേഷം ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ തണുത്തതിന് ശേഷം നല്ല കട്ടിയായിട്ടുള്ള ഹൽവ നമുക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ ഹൽവ റെഡി ആയിട്ടുണ്ട്. കേക്കിൻ്റെ മോളിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ എന്നാ രസമാണ് കാണാൻ. നോക്കി, ഇത് കഞ്ഞിവെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പോൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിനകത്താണ് നമുക്കൊന്നും ചെയ്യേണ്ട, ഇങ്ങനെ വിട്ട് വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. കണ്ടോ, അപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടോ, എന്നാ വെറൈറ്റിയാണെന്ന് നോക്കി. കഞ്ഞിവെള്ളത്തിൽ നിന്നും ഉണ്ടാക്കിയ ഒരു അടിപൊളി കോഴിക്കോടൻ സ്റ്റൈലിലുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സെറ്റപ്പുകളൊക്കെ കണ്ടല്ലോ അല്ലേ. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരു 1/4 കിലോയുടെ ഒരു ഹൽവ നമുക്ക് മേടിക്കുമ്പോൾ അതിൻ്റെ വില ഏതാണ്ട് നമുക്കറിയാൻ പറ്റും. 100-125 രൂപയും വിലയാണ്. അപ്പോൾ വെറും കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഉപയോഗം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേസ്റ്റ് വരുന്ന ഒരു സാധനമാണ് കഞ്ഞിവെള്ളം. അത് ചുമ്മാ ഇനിയും തൊട്ട് നമ്മുടെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒഴിച്ച് കളയാതിരിക്കുക. കുറച്ച് ഒരു 50 രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപയ്ക്ക് താഴെ മുടക്ക് വരുന്നുള്ളൂ. അതായത് ഇതിൻ്റെ അകത്ത് ആകെ ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എണ്ണയും പിന്നെ നമുക്ക് വേണ്ടത് കാഷ്യൂനട്ട് പിന്നെ ഒരു 3-4 ഏലയ്ക്ക. നമുക്കൊരു മാക്സിമം പറയുകയാണെങ്കിൽ ഒരു 50 രൂപയ്ക്ക് താഴെ മുടക്ക് വരുന്നുള്ളൂ. സാധനങ്ങൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വീട്ടിലുണ്ട്. ഇതിന് വെളിയിൽ നമുക്ക് മേടിക്കേണ്ട ആകെ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാഷ്യൂനട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ആദ്യം നമുക്കൊരു കാര്യം ചെയ്താലോ, ഒന്ന് മുറിച്ചാലോ. അപ്പോൾ നമുക്കൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെ ഉണ്ട് നമ്മുടെ ഹൽവ, എങ്ങനെ ഉണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ കേക്ക് മുറിക്കുന്ന രീതിയിൽ തന്നെ മുറിച്ചെടുക്കുക. ചെറിയ പീസായിട്ടോ വലിയ പീസായിട്ടോ ഒക്കെ മുറിച്ചെടുക്കാം. കറക്റ്റ് അതിൻ്റെ എണ്ണയും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് നല്ലൊരു പരിവാണ്. അപ്പം എന്നാണേലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാതിരിക്കുകയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരെണ്ണം എടുത്തൊന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ട് അതിൻ്റെ. കണ്ടോ, ഇങ്ങോട്ട് നോക്കി, ഇതുണ്ടോ, നല്ല കറക്റ്റായിട്ട് ഞെക്ക് കറക്റ്റായിട്ട് കൊള്ളും. കറക്റ്റ് ഒറിജിനൽ ഹൽവയുടെ അതേ സെറ്റപ്പ്. ഇത് കുറച്ച് സമയം എടുക്കണം. ഇന്നത്തേന് നമ്മളിപ്പം ഉണ്ടാക്കിയതേ ഉള്ളൂ, ഒരു മണിക്കൂർ ആയതേ ഉള്ളൂ. കുറച്ച് നേരം നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചു. അപ്പോൾ എന്നാണേലും ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കിനാണ് ഇതിൻ്റെ കറക്റ്റ് നല്ല ടൈറ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം അത് മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഇനിയും നമ്മുടെ അടിപൊളി പുതുപുത്തൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും